എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലൊക്കെ കാണുന്ന ഒരു ഉത്സവം പോലെ അവരങ്ങ് ഇതിനോടങ്ങ് താരതമ്യം ചെയ്യും. പക്ഷേ ഇവിടെ വന്ന് മനസ്സ് മാറി ഇതിൻ്റെ ഒരു അനുഭൂതിയിലേക്ക് എത്തുന്ന വലിയൊരു കൂട്ടം മനുഷ്യരുണ്ട്. ഇവിടെ സംസാരിച്ച ആളുകളുടെ എല്ലാം വികാരമാണ്. ആന എന്തുകൊണ്ടാണ് മനുഷ്യർക്കൊരു വികാരമായി മാറുന്നത്, ആനയോട് എങ്ങനെയാണ് മനുഷ്യർക്കൊരു സ്നേഹം ഉണ്ടായി പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് ആളുകൾ പറയുമ്പോൾ. ഏറ്റവും കുറഞ്ഞ ഇന്നലെ MR അഭിലാഷ്, സുപ്രീം കോടതി അഭിഭാഷകൻ, അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം കോടതിയിൽ ഇത് വാദിക്കുക മാത്രം ചെയ്ത ഒരാളാണ്. അദ്ദേഹം ആദ്യമായാണ് തൃശ്ശൂരിൽ പോലും എത്തുന്നത്. തൃശ്ശൂരുമായി ഒരു ബന്ധവുമില്ല, പൂരവുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, എങ്ങനെയാണ് മനുഷ്യർ ഈ ആനയുമായി ചേർന്ന് വന്നത്, എത്രത്തോളം വലിയ സ്നേഹമാണ് ഈ ആനയുമായി ഉണ്ടായി പോകുന്നത്, അത് നിർവചിക്കാൻ പറ്റാത്തതാണ്. ചില സ്നേഹങ്ങൾ, ചില വികാരങ്ങൾ അതൊക്കെ അങ്ങനെ നിർവചിക്കാൻ കഴിയില്ലല്ലോ. ഏതെങ്കിലും പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് വായിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടാലോ പ്രസംഗം കേട്ടാലോ ഒന്നും ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുക അതൊരു അനുഭവമാണ് എന്നുള്ളതാണ്. അത് ഒരുപാട് കാര്യങ്ങളിലെ അനുഭവമാണ്, മേളങ്ങളിലെ അനുഭവമാണ്, ആനയുടെ കാഴ്ചകൾ, ആന എന്നതൊരു അനുഭവമാണ്. ഇനിയിപ്പോൾ സജീവട്ട നിറമിങ്ങനെ മാറുകയാണ്. സായം സന്ധ്യയിലേക്ക് പ്രകൃതി ഇങ്ങനെ മാറുന്നൊരു കാഴ്ചയുണ്ട്. ഇപ്പോൾ കണ്ട സാമ്പിൾ കുടമാറ്റം പോലെയൊന്നും അല്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതാ ഇങ്ങ് സ്വരാജ് റൗണ്ടിലേക്ക് എത്തിയതോടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വടം കെട്ടി തിരിച്ച മനുഷ്യർ ഇനി ഒന്നാകുകയാണ്. ഇനി ഇവിടെ ഒരു സൂചിക്ക് പോലും കുത്താൻ കഴിയില്ല, ഒരു സൂചി കുത്താൻ കഴിയാത്തത്ര ഈ തേക്കിൻകാട് മൈതാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന മനുഷ്യരെല്ലാവരും ഒരുമിച്ചോടി കൂടിയെത്തി ആഹ്ലാദത്തോടെയാണ്. എന്തൊരു സന്തോഷമാണ് നോക്ക്. ഇവരിങ്ങനെ ഓടിച്ചാടി ഒന്ന് നടുക്ക് ഈ രണ്ട് ആനത്തതികളുടെ ഇടയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ഓട്ടത്തിലുണ്ട്, ചാട്ടത്തിലുണ്ട്. അവർ തങ്ങളുടെ സ്ഥാനം പിടിച്ചൊരു സന്തോഷം. എല്ലാ അനുമതി ഒരു പുഴ വന്ന് കടലിൽ ചേരുന്ന പോലെ 2-3 പുഴകൾ വന്ന് ഒന്നായിട്ട് വലിയൊരു കടലായി മാറുന്ന പോലെയാണ് ഈ ജനസാഗരം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ തെക്കേ ഗോപുരനടയുടെ നടുവിലേക്ക് ഓടി വന്ന് ചേരുന്നതിന്റെ കാഴ്ച കാണുമ്പോൾ എത്രമാത്രം വലിയൊരു എന്തൊരു ഊർജ്ജമാണെന്ന് നോക്കിയേ. ഈ കാഴ്ചയുണ്ടല്ലോ, അതായത് ആളുകള് പരസ്പരം ഊർജത്തോടെ ഇടപഴകി അവരുടെ ആ സന്തോഷം പങ്കുവെച്ച് ഈ പൂരത്തിന്റെ ഓരോ അണുവും മനസ്സിലാക്കി അത്രയും ആവേശം നോക്കുക. ആകാശ ദൃശ്യം കാണുമ്പോഴാണ് നമ്മൾ കാണുന്നതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവുക. പലപ്പോഴും ഈ കാട്ടിലെത്തിയാൽ മരം കാണില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഈ ആൾക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ ശരിക്ക് പൂരത്തിൻ്റെ ഒരു വലിപ്പം കാണുന്നില്ല. മറിച്ച് കുറേ മുകളിൽ നിന്ന് അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് കാണുമ്പോഴാണ് ഈ ഒരു പൂരത്തിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഒരു വ്യാപ്തിയും ഇതൊക്കെ എത്രമാത്രം ഗഹനമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുക. എത്ര ആവേശത്തോടെയാണ് ഈ ആളുകളൊക്കെ ഒന്നിച്ച് ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രം മതി അവർ കാത്തു നിൽക്കുന്ന, ഒരു വർഷമായിട്ട് ഈ അടുത്ത പൂരത്തിൻ്റെ ദിവസം നോക്കി കാത്തു നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു തരത്തിൽ സ്വപ്ന സാഫല്യമാണിത്. നമുക്ക് തൃശ്ശൂരുകാർക്ക് മാത്രമൊന്നുമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ളവർ ഈ ഒരു കാഴ്ച കാണുവാൻ വേണ്ടി മാത്രം ഇവിടെ എത്തി അന്നേ ദിവസം തൃശ്ശൂരുകാരാവുന്നുണ്ട്. അനുമോദ, ഈ കാഴ്ചകൾ ഒരുപക്ഷെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കാഴ്ചയാണല്ലേ, ഓരോ ആംഗിളിൽ ഓരോ പൂരപ്രേമിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അതിനകത്ത് അലിഞ്ഞ് ഇല്ലാതാവുന്ന, ആനയെ പേടിയുള്ള ആളുകളെല്ലാം തന്നെ ആനയ്ക്കരികിൽ നിൽക്കുന്ന പോലുള്ള കാഴ്ചകൾ, അല്ലെങ്കിൽ ശബ്ദം കേൾക്കാൻ, വെടിക്കെട്ടിൻ്റെ ശബ്ദം കേട്ടാൽ പേടിക്കുന്ന ആളുകളെല്ലാം തന്നെ പൂരത്തിൻ്റെ ആഘോഷത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു അനുഭവം. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഏറ്റവും മനോഹരമായ അനുഭവമാണ്, ഒരു പ്രത്യേക അനുഭവമാണ് അത്.